ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഇതേതാ ഈ പുതിയ അവതാരം? ഇത് കടിക്കോ? ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. വെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ മാറി നിൽക്ക്. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. ചോരയിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ. ഭയങ്കരമായ ആള്. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. ഷോക്ക് അടിക്കേണ്ട ടൈമായി. ഇയാൾക്ക് ശരിക്കും ഒന്നും ഓർമ്മയില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഇയാളുടെ ശരീരത്തിലുള്ള ഡ്രഗ്സ് ഒരാനയ്ക്ക് ഇഞ്ചക്ട് ചെയ്താൽ അത് 1/2 മണിക്കൂറിനുള്ളിൽ വീഴും. അതിച്ചിരി കൂടുതലല്ലേ? ഇയാളിങ്ങനെ രക്ഷപ്പെട്ടത് ഇറ്റ്സ് എ മിറാക്കിൾ. സ്വാഭാവികം. പ്രണാം മേജർ. ഹാപ്പി സോൾജേഴ്സ് ഡേ. താങ്ക് യു. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. വാലന്റൈൻസ് ഡേയെ കുറിച്ച് ഓർക്കേണ്ട ഈ പ്രായത്തിൽ POK ഏരിയ കയറി നമ്മുടെ നാഷണൽ ഫ്ലാഗും ഉയർത്തി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര യോദ്ധാക്കൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നുണ്ടല്ലോ. എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടമല്ലേ? ഐ ആം റിയലി പ്രൗഡ് ഓഫ് സർ. ഇവൻ ആളൊരു സിംഹമാണ്, പുലി. കണ്ണിച്ചോരയില്ലാത്തവനാ, എന്തും ചെയ്തു കളി. ഫ്ലാഗ് ഉയർത്തിയത് ഓക്കെ, ബട്ട് POKയില് പോയി ഉയർത്തിയത് എന്തുകൊണ്ടാ? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ശരി, അതെന്താ അത്? പ്രസാദം കുങ്കുമൊക്കെ ബോർഡർ കടന്നു വന്ന് ഇന്ത്യൻ ഫ്ലാഗ് അവിടെ ഉയർത്തിയത് ഒരു മലയാളിയാണെന്ന് അറിയിക്കാൻ വേണ്ടി. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. എന്റെ മുടുക്കര അമ്മജി, ഇതെന്തൊരു ജമ്മം. വേറെന്തോ വലുത് വരാനിരുന്ന. പേരെ പാത്തിരിக்கிறேன். ஆனா உன்ன மாதிரி ஒரு டுபாக்கூரை நான் பார்த்ததே இல்ல. എടുക്കുന്ന ബുള്ളറ്റ് എതിരാളിയുടെ നെഞ്ചിൻ നേർക്ക് അയക്കുമ്പോൾ ഒരിക്കലും ലക്ഷ്യം തെറ്റാതെ നോക്കണം മാർട്ടിൻ. ലക്ഷ്യം തെറ്റിയതല്ല, ഈ മാർട്ടിൻ ലക്ഷ്യം വെച്ചിട്ടില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വേണ്ട ഞാൻ വരട്ടെ.